ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അത് ഉറങ്ങി അണിച്ചിട്ട് കുറച്ച് നേരം ആയുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് 7:30 എനിക്ക് നയിക്കാനായിട്ട്. സാധാരണ ഫ്രൈഡേ കുറച്ച് ലേറ്റ് ആവും, ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ ലീവ്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരട്ടെ. അതിന് ശേഷം ഇന്നത്തെ കാര്യം തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ കൂടെ കൂടിക്കോളും. ഇന്ന് ശരിക്കും ഒരു മടിയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം ഏട്ടൻ്റെ ഒന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് എന്താണ് കാര്യമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരണം. അതിനുശേഷം ഏട്ടനൊരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കണം. ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പാലും വെള്ളവും കൂടെ ഓൾറെഡി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ആക്കി വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ചായ ഗ്ലാസ്. ഇതിൻ്റെ അളവ് കണ്ടിട്ട് ഒന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചായ വേണ്ട ഒരാളാണ്, അപ്പോൾ ഞാൻ ചായൻ്റെ അളവ് കുറക്കാൻ ചെയ്തതാണ്. ഷുഗർ ഫ്രീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ചായ തിളച്ച് വന്നിട്ട് ഇന്നിപ്പോൾ അളവ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഒരു 3/4 പോലെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചായ കൊടുത്തിട്ട് വരാം. നമുക്ക് ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഏകദേശം വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. നമ്മളെ കിളികളൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചതാണ് കേട്ടോ. അവർക്ക് ഈ അവരുടെ കൂട്ടിൻ്റെ മുകളിൽ ഒന്നും വെക്കുന്ന ഇഷ്ടമല്ല. അവരത് ഫുള്ളായിട്ട് തട്ടിയിട്ടു. അപ്പോൾ കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു പണിയുണ്ട്. നമുക്കിനി കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഇതാ അരി ഞാൻ ഏകദേശം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെയാണ് കുതിർത്ത് വെച്ചത്, ഇന്നലെ വൈകിട്ട്. അപ്പോൾ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് ഇൻസ്റ്റൻറ്റ് പുട്ടാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് പുട്ടെന്ന് വെച്ചാൽ പൊടി വെച്ചിട്ടാക്കുന്നതല്ല, ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടാക്കിയെടുക്കുന്ന പുട്ടാണ്. അപ്പോൾ ഞാനിത് വെള്ളമില്ലാതെ അരിച്ചെടുക്കാൻ പോവാണ്. ഇതൊരു വെള്ളത്തിലൂടെ കഴുകും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഈ ഒരു അരിൻ്റെതാണെങ്കിൽ ബ്രൗൺ റൈസിൻ്റെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കാണാം കേട്ടോ. ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കിട്ടാനായിട്ട് ഇങ്ങനെ ഒന്ന് സ്ലോപ്പ് കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ താഴേക്ക് ഒലിച്ചിറങ്ങിക്കോളും. ചെരിച്ച് പിടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കാണാം കേട്ടോ. കണ്ടോ, നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് മുതലേ ഇങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കാറുള്ളത്. പൊടിച്ചെടുത്തിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പൊടി ആക്കി വയ്ക്കാറാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പുട്ട്. ഇതിൽ ചെറിയ എറുപ്പുണ്ടാവും, പക്ഷേ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. വെള്ളം ഒന്ന് ഇതുപോലെ തളിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രേ വേണ്ടു കേട്ടോ, കറക്റ്റായിട്ടുണ്ടാവും. ഇനി കട്ടിയൊന്നുമില്ലാതെ ഇതൊന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഞാനിതുപോലെ കുക്കറിലാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ പുട്ട് റെഡിയായി. ഒരു 5 മിനിറ്റ് കൊണ്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ പൊട്ട് വെച്ചിട്ട് കണ്ടിട്ട് എല്ലാം റെഡിയായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇന്നലെ നമ്മൾ രാത്രി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാലുമുഖമൊക്കെ കഴുകിയിട്ടപ്പോൾ കിടക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ സിന്ദൂരാണിത്. ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് മുഖം കഴുകിയാലൊന്നും പോവാത്തത്. അപ്പോൾ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് സംഭവം റെഡിയായി. ഇപ്പം ഇവിടെ ഞാൻ ചിക്കൻ നമ്മളുടെ ചില്ലി ചിക്കൻ പോലെയാണ് വെച്ചത് കേട്ടോ. ഇപ്പം ഞാൻ അതിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ക്യാപ്സിക്കം, ഉള്ളി അതൊക്കെ ഇട്ടിട്ട് സ്പെഷ്യലായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇന്ന് പുട്ടിനെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ ബാക്കി വെച്ചതാണ്. സാധാരണ എല്ലാവരും രാവിലെ തന്നെ നോൺ വെജ് കഴിക്കുന്നത് ചുരുക്കമായിരിക്കും. പക്ഷേ എനിക്കിത് നിർബന്ധമാണ്. വീട്ടിലിപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു സ്വഭാവം. എനിക്ക് കടലക്കറി അത് ഇതൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം ഉണ്ടെങ്കിൽ റെഡിയാണ്. എന്ന് വെച്ചാൽ ബീഫൊന്നും കഴിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ ചിക്കൻ വേണം അങ്ങനെയൊന്നുമില്ലേ. ഏതെങ്കിലും ഒരു മീനോ
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഉള്ള കടലക്കറി എന്താണെന്ന് വെച്ചാൽ കൂട്ടി കഴിക്കും. പക്ഷേ എനിക്ക് നോൺ വെജ് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കുറുകി വരട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമ്മളുടെ പിട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കാം. നമ്മൾ ആവി പറക്കുന്ന ചിരട്ടപ്പുട്ട് റെഡിയായി. ഇനി അടുത്തൊന്നുകൂടെ വെക്കാം കേട്ടോ. ചെറിയ ഗ്രേവിയിൽ നിന്നോട്ടെ, അതാണ് ഇപ്പോൾ കഴിക്കാൻ ഒരു എളുപ്പമുണ്ടാവുക. അപ്പം ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ റെഡി ആയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പാത്രം കഴുകൽ ഒരു യുദ്ധം കഴിയുന്ന പോലെയാണ്. എത്ര കഴുകിയാലും പിന്നെയും തീരാത്തൊരു പണി ഉണ്ടെങ്കിൽ അടുക്കളയിൽ ഈ ഒരു പണിയാണ്. പക്ഷെ ഞാനിപ്പോൾ മാക്സിമം ശ്രദ്ധിക്കാറ്, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ആകുമ്പോൾ എത്ര വെള്ളം പോകുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ വെള്ളത്തിനൂടെ കാശ് കൊടുക്കേണ്ട ഒരു അവസ്ഥയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇതുപോലെ സോപ്പിട്ടിട്ട് വെക്കും കേട്ടോ. അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കണ്ടോ, കുറച്ച് വെള്ളത്തിലാണ് ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പതയുണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഞാൻ എല്ലാത്തിനും ആദ്യം തന്നെ സോപ്പിട്ട് വയ്ക്കും. എന്നിട്ട് എല്ലാം ഞാൻ ഈ വാഷ് ബേസിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് നമ്മൾ പൈപ്പ് ഉണക്കിയിട്ട് ഓരോന്നായിട്ട് കഴുകുമ്പോൾ അതിൻ്റെ വെള്ളം വീണിട്ട് തന്നെ അതിൻ്റെ താഴെ ഉള്ളതിൻ്റെ ഈ ഒരു എന്താ പറയുക സോപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം നഷ്ടമാവില്ല. അതുകൊണ്ട് വളരെ കുറച്ച് വാട്ടറിൻ്റെ ബില്ല് മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാം. നമുക്ക് കാശ് കൊടുക്കുന്നില്ലെങ്കിലും വീട്ടിലെ വെള്ളവും വളരെ അമൂല്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇല്ലേ പിന്നെ നമ്മൾ നാട്ടിലും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി ഇതുപോലെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒന്ന് കഴുകി ക്ലീനാക്കി വയ്ക്കുക. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ബാക്കി വന്നത് അവിടെയൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് ഫുള്ളായിട്ട് ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു സമാധാനം വന്നത്. ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയും ഇത് തന്നെയാണ്. ഈ പാത്രം കഴുകുന്ന പണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത. കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പാത്രം കഴുകൽ എന്ന് പറയുന്നത് എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയാണ്. അത്ര മടിയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി കൈയൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ പുട്ടായത് കാരണം ഞാനും കാപ്പിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നിർബന്ധമൊന്നുമില്ല രാവിലെ വേണമെന്നുള്ളൊരു കാര്യം. പിന്നെ പിട്ടല്ലേ, എന്തായാലും തൊണ്ടയ്ക്ക് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചേ ആക്കുന്നുള്ളൂ കേട്ടോ, ഉണ്ടാക്കും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ മൂപ്പര് പാർട്ടിക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എനിക്ക് തമ്പനയിൽ ആക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് ആക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കാരണം ഇതിനിടക്ക് അത് വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഫംഗ്ഷന് പോകാൻ വേണ്ട ഡ്രസ്സാണ് കേട്ടോ അയൺ ചെയ്യുന്നത്. ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ രാവിലെ ഏട്ടനുള്ളതുകൊണ്ടാണ് അത്രയെങ്കിലും കുറച്ച് ഇതായിട്ട് ആക്കിയത്. നമുക്ക് മാത്രമാകുമ്പോൾ നമ്മൾ അത്ര കെയർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സാധാരണ എനിക്ക് ഭയങ്കര മടിയുള്ള ദിവസമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നൊരു കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഉപ്പും മുളകും കൂടെ ഞെരടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഉപ്പും മുളകും പുളിയും കൂടെ ഞെരടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ചോറ് ഇന്നലെ
രാത്രിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആ കുറച്ച് ചോറ് എനിക്ക് വേണ്ടു, വിശന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആവശ്യമുള്ള പുളി ഞാൻ കാണിച്ചു തരാം. പിന്നെ വേണ്ടത് വറ്റൽ മുളകില്ലേ, ഞാൻ കുറച്ചേ ആക്കുന്നുള്ളൂ. അതുകൊണ്ട് വറ്റൽ മുളക് ഞാനൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ കാണിച്ചിട്ടേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. കുറച്ച് കരിഞ്ഞു പോയാലൊക്കെ നല്ല ടേസ്റ്റാണ് സംഭവം. ഇനി ശരിക്കും ഇതിലേക്ക് വേണ്ടുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോർണിംഗ് ഞാൻ ചോറ് വെച്ചിട്ടില്ല, അതുകൊണ്ട് കഞ്ഞിവെള്ളമില്ല. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പുളി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാന്താരി മുളകിൻ്റെ അല്ല അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു മുളകാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഞെരടി എടുക്കാം. അത് ഈ പുളിയിലെ വെള്ളമൊക്കെ ഒന്ന് ശരിക്കും ഇറങ്ങണം. പണ്ട് കുറേ കാലമൊക്കെ പിടിച്ചാൽ ചെറിയൊരു പ്രായത്തിലൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തരും. കാരണം ഇത് ഒട്ടും നന്നല്ല കേട്ടോ, ശരീരത്തിന് ഒട്ടും നന്നല്ല. കാരണം ഉപ്പും പുളിയും എരിവൊക്കെ അല്ലേ, എന്തായാലും ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ല സാധനം. പക്ഷേ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സത്യത്തിൽ. ഉണ്ടോ, ഇനി ഇത് നന്നായിട്ട് ശരിക്കും പുളി കുറച്ച് നേരം കുതിർത്ത് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ചിലവർ ഇതിൽ വെളിച്ചെണ്ണ നനക്കും കേട്ടോ, എനിക്ക് വെളിച്ചെണ്ണയൊന്നും വേണ്ട. അപ്പം ഞാനിത് ഒന്ന് നമുക്ക് തൊട്ട് നാവിന് വെക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ ഇത്രയും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ആ ഉണക്കമുളകിൻ്റെ ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട് ഇപ്പം ഇത് ഞെരടുമ്പോൾ. എനിക്ക് സ്വതവേ ഈ മുളക് പൊടി എടുക്കാൻ മണം ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ? അപ്പം നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം കേട്ടോ. കിടിലൻ ടേസ്റ്റാണ് സംഭവം. ഓക്കെ, നമുക്കിതിന് ചോറ് കഴിക്കാം. സത്യത്തിൽ ഞാൻ ഫംഗ്ഷന് പോകാഞ്ഞിട്ടാണ് കേട്ടോ. എനിക്കിങ്ങനെ പോകുന്നതൊന്നും ഇഷ്ടമല്ല ശരിക്ക്. നമ്മളെ വീട് അങ്ങനെയൊക്കെ എനിക്കിഷ്ടം. മാക്സിമം ഞാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ഒഴിവാക്കാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ചോറ് കൊടുക്കാം. അത്രയേ ഉള്ളൂ, എനിക്ക് കഴിക്കേണ്ട ചോറേ ഉള്ളൂ. ഇതൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മീനില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഭക്ഷണം ഇറങ്ങില്ല. നല്ല ചെറിയ മത്തിയുണ്ട്. അപ്പോൾ ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ആഡംബരങ്ങളൊന്നുമില്ല. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. ഇതിനെ കുറക്കുന്നതല്ലേ, ഏട്ടനൊന്നുമില്ല, ബിരിയാണി കഴിക്കാൻ പോവല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഒരു 3 എടുക്കണ്ടേ. അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അഥവാ ഏട്ടന് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിലോ. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സൂപ്പറാണ്. ഈ നാടൻ ടേസ്റ്റിനെ ഒന്നും പകരം വെക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് വേറെ ഒരു സാധനവും ഇല്ല. അതിന് ബിരിയാണി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. എനിക്കങ്ങനെ ഒരുപാട് കറിയൊന്നും വേണ്ട കേട്ടോ ചോറിന്. ഏട്ടന് ഒത്തിരി കറിയൊക്കെ വേണം. എനിക്കങ്ങനെ കറി നിർബന്ധമുള്ള ഒരാളൊന്നല്ല. അതുകൊണ്ട് തന്നെ ഏട്ടനില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വല്ല കഞ്ഞിയൊക്കെ ആക്കി കുടിക്കാറാണ്. നമുക്കിത് കഴിക്കാം. ഈ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടേ ചൂടോടെ കഴിക്കാം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അമ്മ അച്ചാറൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഈ ഒരു തണുപ്പ് സമയത്ത് നല്ല ചൂട് ചോറും ചൂടുള്ള മീൻ പൊരിച്ചതും ഒന്നും പറയാനില്ല. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഉപ്പും കൂടി ആക്കി വെച്ചാൽ ഞാൻ പെട്ടെന്ന് അത് തീർക്കില്ല. ചോറ് വേഗത്ത് കഴിക്കും, എന്നിട്ട് അത് അവസാനം ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ചോറ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ടിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് തടി വയ്ക്കാറുണ്ട്. കാരണം വലിയ എക്സസൈസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് ചോറ് ഇല്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്യുന്നതാണ് കേട്ടോ. സാധാരണ ഭക്ഷണം വേഗത്ത് കഴിക്കണം എന്നാണ് പറയുക. നമുക്ക് തടിക്ക് പിടിക്കണമെങ്കിൽ വേഗത്ത് കഴിക്കണം എന്നാണ് പറയുക. പക്ഷെ
കുറേ നാൾ വരെ എനിക്ക് വേഗത്തിലാവുകയില്ല. ഞാൻ ഏകദേശം ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കും ഭക്ഷണം കഴിച്ചറിയാം. പക്ഷെ ഇപ്പം വേഗത്തിൽ കഴിയണം കേട്ടോ. കാരണം ഞാൻ സ്ലോ ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചാൽ വേഗം ആ പണിയൊന്ന് കഴിഞ്ഞ് കിട്ടിയല്ലോ. അതുപോലെ അപ്പോൾ സംഭവം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ കഴിക്കാം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ വേഗത്തിൽ കഴിച്ചത്. ഇതിപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട. എന്തായാലും എൻ്റെ 2 അമ്മമാരും നല്ല വഴക്ക് തരും എനിക്ക്. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് കാണാവേ. ഈ ക്യാമറക്ക് മുമ്പിൽ വെച്ചിട്ട് ഇത് കുറച്ച് ഡീസൻ്റായിട്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒരുപാട് തുണി ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ എനിക്ക് ഒന്ന് മടക്കി വെക്കണം. എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങും. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ആ തുണിയൊക്കെ എന്തോ മടക്കി വെച്ച് ഇനി ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങും. ഇനിയിപ്പോൾ ഏട്ടൻ വരാൻ കുറച്ച് നേരം വൈകുമായിരിക്കും. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. കുറച്ച് ലേറ്റാവുമായിരിക്കും. നല്ല എരിവുള്ളതാണ് അറിയാലോ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും മധുരമുള്ളതും കൂടെ കഴിക്കട്ടെ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ പോവാണ്. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ഫുൾ ഡേ ഷൂട്ട് ചെയ്യാൻ മാത്രമൊന്നും പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യുന്നവർ ശരിക്കും സമ്മതിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ ഉള്ളത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഒന്നാമത് ആരെങ്കിലും ഷൂട്ട് ചെയ്ത് തരാനുണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മൾ തന്നെ ഈ ട്രൈപോഡ് സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പിന്നെയും വന്ന് ഒരു ഇരട്ടിപ്പണിയാണ് കേട്ടോ സത്യത്തിൽ. എന്തായാലും ഇത്രയും ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.